മലയാള സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ്. കാരണം ഇപ്പോൾ ഡിസംബർ ആയിരിക്കുന്നു. ഈ വർഷം ഇറങ്ങിയ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്. നിർമ്മാതാവിന് പൈസ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് മലയാള സിനിമ മാറുകയാണ്. താരാധിപത്യം ഒന്നും തന്നെ മലയാള സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ വർഷത്തെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 4-5 ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കിയത്. 3-4 ചിത്രങ്ങൾ മുടക്കുമുതലിനേക്കാൾ കുറച്ച് പൈസ കൂടുതലുണ്ടാക്കി. ബാക്കി എല്ലാ ചിത്രങ്ങളും തന്നെ പരാജയത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. മലയാള സിനിമയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ എല്ലാവരും ഉയർത്തുന്നത്. ഒന്നാമത്തെ കാര്യം, തിയേറ്റർ നിരക്കുകൾ. ഒരു കുടുംബത്തിന് തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ ഒരു 2000 രൂപയെങ്കിലും വേണം, 4 അംഗ കുടുംബത്തിന്. കാരണം 250 രൂപയൊക്കെയാണ് ടിക്കറ്റ് ചാർജുകൾ. അതുകൂടാതെ തന്നെ തിയേറ്ററിനകത്ത് ഉള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ വലിയ തുകയാണ് അവർ ഈടാക്കുന്നത്. പിന്നീട് യാത്രയും പെട്രോളും ഒക്കെ കടന്നു വരുമ്പോൾ 2000 രൂപയെങ്കിലും ഒരു കുടുംബത്തിന് വേണം. അതുകൊണ്ട് ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ ആളുകൾ, പ്രേക്ഷകർ ഈ സിനിമയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് സിനിമ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ യുവതലമുറയിൽപ്പെട്ടവർ ഒന്നും തന്നെ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പതിവ് ഇല്ലാതായിരിക്കുകയാണ്. കാരണം യുവതലമുറ മുഴുവൻ OTTയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ അറിഞ്ഞതിന് ശേഷം മാത്രമേ സിനിമയ്ക്കായി പോകുന്നുള്ളൂ. വൻകിട ബാനറുമായി വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാൽ ടീം, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ അവർ അതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റും മുൻപേ തന്നെ തയ്യാറാക്കി അതനുസരിച്ച് പ്ലാൻ ചെയ്ത് തിയേറ്റർ റിലീസും സാറ്റലൈറ്റും OTTയും കൊണ്ട് ആ ചിത്രങ്ങൾ ഒരുപക്ഷെ സിനിമ നല്ലതല്ലെങ്കിൽ പോലും അത് വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ താരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിർമ്മാതാക്കളായി മാറുന്നൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കെല്ലാം കമ്പനിയുണ്ട്. മമ്മൂട്ടി കമ്പനിയുണ്ട്, പൃഥ്വിരാജിനുണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവർ തന്നെ നിർമ്മാതാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഈ പറഞ്ഞതുപോലെ പഴയ കാലത്തെ ഒരു പ്രതാപം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പഴയ സിനിമകളെടുത്ത് റിലീസ് ചെയ്യുന്നൊരു പതിവ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതും ചില സിനിമകൾ വലിയ വിജയം ഉണ്ടാക്കുമ്പോൾ ചില സിനിമകൾ പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഈ താരങ്ങളൊന്നുമല്ല, ഒരു കണ്ടൻറ്റ്, നല്ലൊരു പ്രമേയമാണെങ്കിൽ ആ ചിത്രങ്ങൾ വലിയ വിജയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വലിയ താരാധിപത്യത്തോടെ വരുന്ന സിനിമകൾ അമ്പെ പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും മലയാള സിനിമയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ശക്തമായ രീതിയിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇല്ലാതാകും, മലയാള സിനിമ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.